ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അല്ലാഹ് മുഴുവൻ പാപങ്ങളും പുറത്തേരുന്നവനാണ്. ഹംസ റളിയല്ലാഹു തആല ഉഹുദിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരം കത്തി കൊണ്ട് കീറി വികൃതമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ആ ശരീരം, ആ രംഗം കണ്ടിട്ട് കരഞ്ഞുപോയി. ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ആരോ പറഞ്ഞു, നബിയെ, വഹ്ശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹ്ശിയെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നു കളഞ്ഞേക്ക്. അത്ര വിഷമായി പൃഥ്വിയുടെ ശരീരം അങ്ങനെ കണ്ടപ്പോൾ. കാലം കുറെ കഴിഞ്ഞു, വഹ്ശി നാട് വിട്ടു. ഫത്ഹ് മക്കൻ്റെ അന്ന് വഹ്ശി തിരിച്ചു വന്നു. മക്ക വിജയത്തിൻ്റെ അന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് റസൂലുള്ളാഹി മാപ്പ് തരും എന്ന് ഉറപ്പ് കൊടുത്ത് വഹ്ശിയെയും കൊണ്ടുവന്നു. മുഖം മറച്ചിട്ടാണ് വഹ്ശി വരുന്നത്. കാരണം സഹാബാക്കൾ കണ്ട് വഹ്ശിയെ തിരിച്ചറിഞ്ഞാൽ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹിക്ക് സന്തോഷാവും, ഹംസയെ കൊന്ന ആളാണ്. ഖാതിലു ഹംസ എന്നാണ് അദ്ദേഹം വഹ്ശി പിന്നീട് വിളിക്കപ്പെട്ട പേര്. ഹംസയെ കൊന്നവൻ, ഹംസയുടെ കൊലയാളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു, സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം മടക്കി. ആരാണ്? നബിയെ, ഞാൻ വഹ്ശിയാണ്. അപ്പൊ തന്നെ റസൂലുള്ളാഹി ചോദിച്ചെന്താ അറിയോ? അഹുവ അഹുവ, എന്റെ പുതിവനെ കൊന്ന ആ വഹ്ശിയാണോ? അപ്പൊ അദ്ദേഹം അതേന്ന് പറഞ്ഞിട്ടാ മറുപടി പറഞ്ഞെന്താ അറിയോ? എനിക്കത് സംഭവിച്ചു പോയി നബിയെ. അതേന്ന് പറഞ്ഞ് സമ്മതിക്കുമ്പം റസൂലുള്ളാഹി തങ്ങൾക്ക് കൂടുതൽ സങ്കടാവും. അതിന് പകരം അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, എനിക്ക് സംഭവിച്ചു പോയി നബിയെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹ്ശി, നീ അന്ന് എങ്ങനെയാണ് എൻ്റെ ഹംസയെ കൊന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ അദ്ദേഹം വിവരിച്ചു കൊടുക്കാണ്. ഹിന്ദ് അവരുടെ ആഭരണങ്ങൾ മുഴുവനും എനിക്ക് തരാമെന്ന് വഅദ ചെയ്തു. എൻ്റെ യജമാനൻ ഹംസയെ കൊന്നാൽ സ്വതന്ത്രനാക്കാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തു. നബിയെ, എനിക്ക് അന്ന് ഇസ്ലാമും ഇല്ല, കുഫറും ഇല്ല. ഇതെന്താന്ന് പോലും എനിക്കറിയാം. ഞാൻ ഒരു അടിമയാണ്. എൻ്റെ മനസ്സിലുള്ള ആശ സ്വതന്ത്രനാവണം, ഈ പണവും പൊന്നും കിട്ടണം, വേറൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. ഞാൻ അതും വെച്ചിട്ടാണ് യുദ്ധത്തിന് പോയത്, അല്ലാണ്ട് ഇസ്ലാമിന് വേണ്ടി കുഫറിന് വേണ്ടി അങ്ങനത്തെ ചിന്ത നിനക്ക് അറിയില്ല, ഒന്നുമില്ല എനിക്ക്. ഞാൻ ചെന്നു, തക്കം പാർത്തിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു രണ്ട് കയ്യിലും വാള് പിടിച്ചിട്ടാണ് ഉഹദിൽ യുദ്ധം ചെയ്യും. ഭയങ്കര ധീരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. സിംഹങ്ങളെ വേട്ടയാടലാണ് ഹംസയുടെ ഹോബി. ഒട്ടകപ്പക്ഷികളെ വേട്ടയാടും മരുഭൂമി പോയിട്ട്. എന്നിട്ട് ആ ഒട്ടകപ്പക്ഷികളുടെ തൂവൽ കൊണ്ട് മാലയുണ്ടാക്കി അത് ഇട്ടിട്ട് ഇങ്ങനെ മക്കത്തേക്ക് അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് വരും. അങ്ങനത്തെ ഒരു ധീരനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. കയ്യിൽ രണ്ട് വാളും പിടിച്ചിട്ട് യുദ്ധം ചെയ്യാൻ. ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താ അറിയോ? രണ്ട് വാളും പിടിച്ച് ഉഹദിൽ ഘോരമായി യുദ്ധം ചെയ്യുന്ന ഹംസ സയ്യിദു ശുഹദ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല, അടുത്ത സെക്കൻഡ് ഞാനിതാ ഉഹദിൽ മരിച്ചു വീഴാൻ പോവാണ്. ഹംസക്കത് അറിയില്ലെങ്കിൽ പിന്നെ നാട്ടിലുള്ള ഏത് തങ്ങൾക്ക് അതറിയാം? അടുത്ത സെക്കൻഡിൽ ഇപ്പൊ വഫാത്ത് ഷഹീദാകാൻ പോവാണ്. വഹ്ശി പിറകിൽ പാറക്കെട്ടുകൾക്ക് പിറകിൽ ഒളിച്ച് ഹംസയെ പിന്തുടരുകയാണ്, ഒരു നല്ല അവസരം കിട്ടാൻ. നബിയെ, എനിക്ക് നല്ലൊരു അവസരമെന്ന് തോന്നിയ സെക്കൻഡിൽ ഞാൻ എൻ്റെ കുന്തം ആഞ്ഞെറിഞ്ഞു. ഹംസയുടെ അടിവയറ്റിലൂടെ കയറി കുന്തം പുറത്തേക്ക് വന്നു. അവിടെ തന്നെ ഹംസ വീണു. അദ്ദേഹം പറയാണ്, ഹംസ ശരിക്കും മരിക്കാൻ ഞാൻ കാത്തു നിന്നു. മരണം ഉറപ്പായപ്പം ഞാൻ ആ കുന്തം വലിച്ചൂരി. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖതൽതു ഹംസ, ഖതൽതു ഹംസ, ഞാൻ ഹംസയെ കൊന്നു. നബിയെ, എനിക്കൊന്നുമില്ല, എനിക്ക് ആ പൊന്നും പണവും കിട്ടണം, സ്വതന്ത്രനാവണം, വേറൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. ഇതും പറഞ്ഞ് നോക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. പറഞ്ഞ വാക്കെന്താ അറിയോ? വഹ്ശി, അള്ളാഹു നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഇനി ഞാനെന്ത് ചെയ്യാൻ? നാളെ മഹ്ശറിൽ കൊല്ലപ്പെട്ട ഹംസയും ഉണ്ടാവും, കൊന്ന വഹ്ശിയും ഉണ്ടാവും. പക്ഷെ രണ്ടാൾക്കാരും സ്വർഗത്തിലാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അവിടെ പോയിട്ട് ഹംസ പറയാണ് അള്ളാഹിനോട്, എന്നെ കൊന്ന വഹ്ശിനെ എന്തിനാ നീ സ്വർഗത്തിലാക്കിയത്? ഇല്ല, ചോദ്യമില്ല. കാരണം വഹ്ശി തൗബ ചെയ്തു, വഹ്ശി മടങ്ങി അള്ളാഹുവിലേക്ക്.
മടങ്ങി ഇവന് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു അവൻ്റെ പേരായി വിശേഷണമായി പറഞ്ഞ സംഗതിയാണ്. അതുകൊണ്ട് അവിടെ പിന്നെ തർക്കവും ചോദ്യമൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹ്ശി നീ എൻ്റെ കൺമുന്നിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിന്നെ കാണുമ്പോൾ എനിക്ക് ഹംസൻ്റെ ഓർമ്മ വരും. വഹ്ശി പറഞ്ഞു, ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ സങ്കടം ആ വാക്ക് കേട്ടപ്പോഴാണ്. കാരണം ആരാ എൻ്റെ മുമ്പിൽ വരണ്ടെന്ന് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്ക് പുറത്ത് റബദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം താമസം മാറ്റി. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രാമധ്യേ വഹ്ശിയെ കണ്ടു. അപ്പോൾ പറഞ്ഞു, വഹ്ശി മദീനത്തേക്ക് വന്നൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അബദ്ധത്തിലെങ്ങാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൺമുന്നിൽ ഞാൻ പെട്ടുപോയാൽ റസൂലുള്ളാഹിൻ്റെ വാക്കിനെ ധിക്കരിക്കലാവുമല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു. എന്തൊരു സൂക്ഷ്മത നോക്കി. അബദ്ധത്തിലെങ്ങാനും മദീനത്ത് വന്ന് റസൂലുള്ളാഹിന്റെ കൺമുന്നിൽ വന്നു പോയാൽ അത് ആ വാക്കനുസരിക്കാതിരിക്കലാവൂലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ നിന്നോളാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം വന്നു. മുസൈലമത്തുൽ കദ്ദാബിനോട് യമാമയിൽ വെച്ച് ഘോരമായ യുദ്ധം. 40,000-ഓളം വരുന്ന മുർത്തദ്ദുകളാണ് മുസ്ലിമിന്റെ കൂടെയുള്ള പട്ടാളം. മുർത്തദ്ദുകൾ അഥവാ സഹാബികളായിരുന്നവർ 40,000-ഓളം പേര് മുർത്തദ്ദായി പോയിട്ടുണ്ട്. കള്ളപ്രവാചകനോടൊപ്പം ചേർന്നു. അവരുടെ യുദ്ധം. ഉമർ പറഞ്ഞു, വഹ്ശി നിനക്ക് പകരം വീട്ടാനുള്ള അവസരമാണിത്. ഹംസക്ക് പകരം മുസൈലിമ. അതേ കുന്തവും കൊണ്ട് വഹ്ശി യുദ്ധത്തെ പങ്കെടുത്തു. ഒരവസരം കിട്ടിയപ്പോൾ അതേ കുന്തം കൊണ്ട് എറിഞ്ഞു. മുസൈലിമന്റെ നെഞ്ചും പിളർന്നിട്ട് ആ കുന്തം പാഞ്ഞു. വഹ്ശി ഓടി ചെന്നിട്ട് ആ കുന്തം വലിച്ചൂരി. എന്നിട്ട് പറഞ്ഞു, ഖതൽതു ബികി ഖൈറന്നാസ്. ഒരു കാലത്ത് ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരുന്ന ഹംസയെ ഞാൻ നിന്നെ കൊണ്ട് കൊന്നു. ഇന്ന് ഖതൽതു ബികി ശർറന്നാസ്. ജനങ്ങളിൽ ഏറ്റവും മോശമായ കള്ളപ്രവാചകനെ ഞാൻ നിന്നെ കൊണ്ട് കൊന്നു. സമാധാനത്തിന്റെ നല്ല നെഞ്ചുപിരിച്ച് അദ്ദേഹം നിന്നു. അന്ന് തൊട്ട് ഖാത്തിലു ഹംസ എന്ന പേര് മാറി വഹ്ശിയുടെ. പിന്നെ ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുസൈലമത്തുൽ കദ്ദാബിനെ കൊന്ന വഹ്ശി എന്ന പേരിലാണ്. അത് തൗബ ചെയ്തു, അല്ലാഹുവിലേക്ക് മടങ്ങി. അള്ളാഹു ആ ചിത്രം തന്നെ അങ്ങ് മാറ്റി. അതങ്ങ് മായിച്ച് കളഞ്ഞു. ആ പേരെ അങ്ങ് മാറ്റി. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അല്ലാഹ് മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. തൗബ ചെയ്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ റമദാനിനെ സ്വീകരിക്കാൻ. എടുത്തെടുത്ത് പറയണം. കാരണം എന്താ അറിയോ, ചെയ്തതെല്ലാം അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന്മാരാണ്, തെറ്റ് സംഭവിക്കാവുന്നവരാണ്. എല്ലാം പറയണം.